ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അഭിമന്യ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മളിന്ന് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ പാപാവസ്ഥയെക്കുറിച്ചാണ്. ഇപ്പോഴും എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും പല മനുഷ്യരും ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന ഏതെങ്കിലും തെറ്റിദ്ധാരണകളുടെ ഫലത്തിൽ നിന്നായിരിക്കാം ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുന്നത്. പലരും ചിലപ്പോൾ കൊടുക്കുന്ന കാര്യങ്ങൾ, ക്ലാസ്സുകൾ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ആൾക്കാർ പോലും ചില ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥകൾ ഇന്നും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും നമ്മുടെ തലമുറകളുടെ ശാപങ്ങളും പാപങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലൊരു ശതമാനം മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ തന്നെ എൻ്റെ ടോക്കുകളിൽ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലമുറകളിൽ നിന്ന് കടന്നു വരുന്ന പാപങ്ങൾ നിങ്ങളെ ഏശണമെങ്കിൽ അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. ആ കാരണത്തിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ മാത്രമേ അത് നമ്മളെ തകർക്കുകയോ നാശത്തിലേക്ക് നയിക്കുകയോ ചെയ്യുള്ളൂ. ഞാൻ എപ്പോഴും പങ്കുവെക്കുന്ന ഒരു ഭാഗമാണ് എസെക്കിയേൽ 18:2 എടുത്തൊന്ന് വായിക്കണമെന്ന് പലരോടും പറയാറുണ്ട്. ഈ ടോക്കുകൾ കേൾക്കുകയും ഇതിൽ നിലനിൽക്കുകയും ചെയ്യുന്ന മനുഷ്യർ തന്നെ വീണ്ടും എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു ധ്യാനം കൂടി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ശുശ്രൂഷകളിൽ ഉൾക്കൊണ്ടു. അത് കഴിയുമ്പോൾ അവർ ഉടനെ പറയുകയാണ്, ഇന്നയാൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് അത് അങ്ങനെ ആകും എന്ന് പറഞ്ഞു, ഇങ്ങനെ ആകും എന്ന് പറഞ്ഞു എന്ന്. ഇത്രയും വ്യർത്ഥമായ ഭാഷണങ്ങൾ വീണ്ടും വീണ്ടും പറയുന്ന മനുഷ്യർ എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവരും വിശുദ്ധി ഇല്ലാത്തവരും ദൈവം എന്താണെന്ന് തിരിച്ചറിയാത്തവരും ദൈവസ്നേഹം എന്താണെന്ന് അനുഭവിച്ചറിയാത്തവരുമായ മനുഷ്യരാണ്. അവരൊന്നും ശരിക്കു പറഞ്ഞാൽ ദൈവത്തിലൂടെ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അവരുടെ കുടുംബം നിലനിർത്താനോ തമ്പുരാന്റെ ഇഷ്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച സന്തോഷത്തിൽ പങ്കുചേരുവാനോ താല്പര്യമുള്ളവരല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ എസെക്കിയേൽ 18 എടുത്തിട്ട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ 17, 18, 20 ഇങ്ങ് വായിക്കുമ്പോൾ വചനങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കി തരുന്നുണ്ട് കർത്താവ്. നല്ല ഭംഗിയായിട്ട് ഇസ്രായേൽ ജനത്തോട് അന്ന് എന്തു പറഞ്ഞോ അത് ഇന്നത്തെ ജനം ഒന്ന് അനുസരിച്ചാൽ മാത്രം മതി, വേറെ യാതൊരു പ്രശ്നവുമില്ല. അവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊരു പഴമൊഴിയായിരുന്നു, അത് പറയുന്നതും എന്നെക്കുറിച്ച് തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് ആ വചനത്തിന്റെ ആദ്യം പറയുന്നുണ്ട്. കാരണം മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ തലമുറകൾ മാതാപിതാക്കന്മാരോ അവരുടെ അപ്പന്മാരോ ഒക്കെ ചെയ്തു പോകുന്ന തെറ്റുകളുടെ പരിണിത ഫലം മക്കളിലേക്ക് യേശു ഇല്ലെന്നും, അങ്ങനെ ആ മക്കളിലേക്ക് അത് ഏശണമെങ്കിൽ അല്ലെങ്കിൽ ആ തെറ്റിന്റെ അവസ്ഥ അവരിൽ കടന്നു വരണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണമെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, അവർ ചെയ്തു പോയ തെറ്റുകൾ, പാപാവസ്ഥകൾ, പാപകരമായ ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ യാതൊരു മനുഷ്യനോട് യാതൊരു കരുണകളോ ദയകളോ സ്നേഹമോ ഇല്ലാതെ ദൈവിക പ്രവൃത്തിക്ക് വിപരീതമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളുമായി കരുണയോ ദയോ ഇല്ലാത്തവനെ പോലെ ജീവിച്ച് നശിച്ചു പോകുന്ന പല തലമുറകളുടെയും പരമ്പരാഗതതയിൽ പെട്ടുപോയ മനുഷ്യരായിരിക്കാം നമ്മൾ. അങ്ങനെ വരുന്ന മക്കൾ അല്ലെങ്കിൽ തലമുറകൾ അവർ ചെയ്ത അതേ തെറ്റിന്റെ അവസ്ഥകളിലൂടെ ജീവിക്കാതെ ദൈവഹിതങ്ങളും ദൈവത്തിന്റെ പദ്ധതികളും ദൈവ ഇഷ്ടങ്ങളും ഇല്ലായ്മക്കാരനെയും കഷ്ടപ്പെടുന്നവനെയും സ്നേഹത്തോടുകൂടി കണ്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെയും പരിപാലിച്ച് നല്ല രീതിയിൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ടൊരു ജീവിതം നയിക്കുന്ന തലമുറയാണ് എങ്കിൽ ഒരിക്കൽ പോലും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ യേശു ഇല്ല എന്ന് ഈ വചനം വളരെ വ്യക്തമായി പറയുന്നു. വചനത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി വചനം പറയുന്നത് അനുസരിക്കണം. വേറൊരാൾ പറയുന്നതല്ല അവിടെ പ്രാതിനിധ്യം കൊടുക്കേണ്ട. ഈ വചനത്തോട് യോജിക്കുന്ന കാര്യങ്ങളാണോ ആ വ്യക്തി ദൈവികതയിൽ പറയുന്നതെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മളത് സ്വീകരിക്കുവാനും എടുത്തു കളയുവാനും ഒക്കെ മനസ്സിൽ നിന്ന്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വചനം പഠിക്കില്ല, വചനം വായിക്കില്ല, വചനം മനസ്സിലാക്കില്ല, ആത്മാവിലൊരു ദർശനത്തിന് വേണ്ടി തുനിയ പോലും ഇല്ല. നമ്മൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരായിട്ട് നാട് മുഴുവൻ ഓടുന്നത് കൊണ്ട് നമ്മളെ പറ്റിക്കാനും കുഴി ചാടിക്കാനും മറ്റുള്ളവർക്ക് എളുപ്പമാണ്. കാരണം നമുക്കതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. നമുക്കത് വായിച്ചാലും മനസ്സിലാവൂല. കാരണം എന്താണ് വായിച്ചാൽ മനസ്സിലാവൂല? നമ്മൾ മനസ്സിരുത്തിയോ ഹൃദയം തുറന്നോ ദൈവത്തിന് വിട്ടുകൊടുത്തോ ദൈവേഷ്ടം മാനിച്ചുകൊണ്ട് അത് വായിക്കാൻ തയ്യാറല്ല. നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരായിട്ട് നാട് മുഴുവൻ ഓടുന്നവരാ. അപ്പൊ ആര് പറയുന്നത് എന്തും കേൾക്കും. എന്നിട്ട് എന്താണ് പ്രശ്നം? പിന്നെ ഇവന്റെ ജീവിതം തകർക്കുന്ന ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ടോ ഇവൻ നമ്മളെപ്പോലുള്ളവർക്ക് സമാധാനം തരാതെ വിളിക്കുകയാണ്, അത് ഞാൻ അവിടെ പോയി ഇങ്ങനെ കൂടിയപ്പോൾ ഇന്നയാൾ എന്നോട് പറഞ്ഞു ബ്രദറെ അത് ഇങ്ങനെയാണെന്ന്.
എൻ്റെ അപ്പനും അപ്പൂപ്പനും അല്ലെങ്കിൽ അമ്മൂമ്മയൊക്കെ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങൾ രക്ഷപ്പെടുകയില്ല, അത് രക്ഷപ്പെടണമെങ്കിൽ ഇന്ന മാർഗങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ പോകണം അങ്ങനെ പോകണം എന്ന്. എന്നാൽ ഈ മുമ്പിൽ വരുന്ന വ്യക്തിക്ക് എന്ത് കുറവുണ്ട്? അവൻ്റെ അപ്പൂപ്പന് കുറവിരുന്നോട്ടെ, അല്ലെങ്കിൽ അവൻ്റെ അപ്പന് കുറവിരുന്നോട്ടെ, ആ കുറവുകൾ ഇന്നതായിരുന്നു എന്നവനെ പറഞ്ഞ് മനസ്സിലാക്കുക. നിന്റെ ജീവിതം എന്താണ് എന്നീ വന്നിരിക്കുന്നവന്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവൻ, ഈ ക്ലാസ് എടുക്കുന്നവന് ദൈവത്തിന്റെ എന്തെങ്കിലും കൃപയുണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്നവൻ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പരിശുദ്ധാത്മാവന് വെളിപ്പെടുത്തി കൊടുക്കൂലേ? അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ കുറവുകൾ അവർക്ക് തിരുത്തി കൊടുത്താൽ പോരെ? എൻ്റെ പൊന്നു മക്കളെ, നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, നിനക്ക് ദൈവത്തെ അറിയാലോ, അറിയാം. നിനക്ക് ദൈവഹിതം എന്നാന്നറിയാലോ, അറിയാം. നിന്റെ കൈ വചനം ഇരിപ്പില്ലേ, അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് നിന്നിലേക്ക് ഈ കുറവുകൾ കടന്നു വരാതെ നിനക്ക് ഇന്ന കുറവുകൾ തിരുത്തി ജീവിച്ചുകൂടെ, പ്രശ്നം കഴിഞ്ഞു. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം അവന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ദർശനമില്ല എങ്കിൽ, അതിനുള്ള കൃപകളില്ല എങ്കിൽ, തോന്നിവാസം പറഞ്ഞു കൊടുത്ത് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു പറ്റം ആൾക്കാരായിട്ട് നമ്മളിൽ പലരും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമാണ്. അതിന്റെ ഒന്നാമത്തെ കാരണം, ഇത് സ്വീകരിക്കാൻ ചെല്ലുന്നവന് വചനത്തെക്കുറിച്ച് ഒരു ബോധ്യമോ ബോധമോ വിവരമോ ഇല്ലാതെ വല്ലവനും പറയുന്നത് മുഴുവൻ കേട്ട് സ്വന്തം മനസ്സിനെയും തീപിടിപ്പിച്ച് ഉള്ള ആത്മാവിനെ നഷ്ടപ്പെടുത്തി പിശാചിന് വേണ്ടി വിടുപണി ചെയ്യുന്നവരായി മാറുന്നു. ആ ഒരു അവസ്ഥ വിട്ടുകളയണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ തലമുറകൾ എന്തേലും ചെയ്ത് ജീവിക്കട്ടെ. അവർ ചെയ്തത് എത്ര വലിയ തെറ്റുകളേലും ആകട്ടെ, അവർ ഏതെല്ലാം തെറ്റിക്കോടെ ജീവിച്ചു വേണേലും പൊക്കോട്ടെ, അവരെ വിട്ടുകളാ. അവർ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടിയാൽ ആ തെറ്റുകളിലൂടെ നിങ്ങൾ നീന്താതെ ദൈവഹിതവും ദൈവിക ഇഷ്ടങ്ങളും മാനിച്ചുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തരുന്ന ജീവിതത്തെയും കുടുംബത്തെയും ദൈവഹിതം മാനിച്ചുകൊണ്ട് പരിപാലിച്ച് ഇവിടെ ജീവിച്ചാൽ നിന്റെ ഒന്നും കുടുംബത്തിൽ ഒരു നാശങ്ങളും കടന്നു വരില്ല. നിന്റെയൊക്കെ കുടുംബങ്ങളിൽ നാശങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓർത്തോളുക, നിനക്കൊക്കെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കുറവുകൾ കാണും. ആ കുറവുകളെ ആദ്യം തിരുത്തുക. അത് തിരുത്തുന്നതിന് പകരം എളുപ്പവഴിയിൽ എങ്ങനെ ക്രിയ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് നാട് മുഴുവൻ വെപ്രാളപ്പെട്ടോടും. ഒരു അപ്പച്ചനെ അടുത്ത കാലത്ത് തന്നെ വിളിച്ചു. അപ്പച്ചൻ കേരളത്തിൽ ഇനി ധ്യാനം കൂടാനോ പോകാനോ ഒരു സ്ഥലവും ഇല്ല. അപ്പൊ അങ്ങനെ പോയി ധ്യാനമൊക്കെ കൂടി അപ്പച്ചന് കുറച്ച് കടബാധ്യതയുണ്ട്, വിഷയങ്ങളുണ്ട്, എല്ലാം ഇങ്ങനെ കിടക്കുക. ഈ അപ്പച്ചൻ നേരത്തെ തന്നെ വിളിക്കാറുണ്ട്. പക്ഷേ അപ്പച്ചനോട് അന്ന് ഞാൻ പറഞ്ഞു, അപ്പച്ച അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പച്ചനോട് പറഞ്ഞു തരാനും പ്രാർത്ഥിക്കാനും ആ ഭവനത്തിലും അപ്പച്ചൻ്റെ സ്ഥലത്തും ഒക്കെ. പക്ഷെ അതിന് പറയുന്ന ചില കാര്യങ്ങൾ അപ്പച്ചൻ അനുസരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞ ചില ബുദ്ധിമുട്ടുണ്ട്. അപ്പച്ചൻ മാത്രമാണ് ഇത് വിൽക്കണം, വിറ്റാലേ എൻ്റെ കടം തീരുള്ളൂ, പ്രശ്നം തീരുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നുള്ളൂ. വീട്ടിൽ വേറെ മക്കളൊക്കെ ഉണ്ട്, അവരും ഇതിന്റെ ഭാഗവാക്കാകൊണ്ടവരാ, ഇത് അനുഭവിക്കേണ്ടവരാ. ഈ ബാധ്യതകളും കടബാധ്യതകളും ബാങ്കിന്റെ പ്രശ്നങ്ങളുടെ നടുക്ക് അവരും കിടക്കുന്നത്. പക്ഷെ അവർക്ക് ദൈവത്തെ അറിയണമെന്നോ ദൈവഹിതം മാനിക്കണമെന്നോ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് പ്രാർത്ഥിക്കണമെന്നോ ഒരു താല്പര്യവും ഇല്ല. അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരനുഗ്രഹം കിട്ടേണ്ട ഒരവസ്ഥ ഒരു കുടുംബത്തിൽ വരുമ്പോൾ ആ കുടുംബത്തിലെ അവസ്ഥ പൂർത്തീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ അവസ്ഥയ്ക്ക് പൂർത്തീകരിക്കപ്പെടുന്നതിന് കുറവായി കിടക്കുന്ന മേഖലകൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ കുടുംബം ഒന്നായി നിന്നുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ ചിലപ്പോൾ അത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ, ഇല്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെടില്ല. അപ്പം ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അപ്പച്ചൻ വീണ്ടും ഒരു ധ്യാനം കൂടാൻ ചെന്നപ്പോൾ അപ്പച്ചനോട് പറഞ്ഞു, ഈ സ്ഥലത്തിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഏതോ ഒരു ജാതിയുടെ പേര് പറഞ്ഞു, ഞാനത് പറയുന്നില്ല. അവർ ചെയ്തതിൻ്റെ പരിണിത ഫലമാണ്, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പച്ചൻ എത്രയോ വർഷമായിട്ട് കിടക്കുക പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് വിട്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല, പ്രാർത്ഥിച്ചാൽ മതി, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതിങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ്, അതുകൊണ്ട് അത് വിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന്. അപ്പം ഞാനിത് കേട്ടപ്പോൾ ചോദിച്ചു, അപ്പം എനിക്ക് സത്യത്തിൽ ആ മനുഷ്യനോട് ദയയും തോന്നി, ആ മനുഷ്യനെ എത്ര പറഞ്ഞു കൊടുത്താലും കേൾക്കാത്ത അറിവുറവിലുള്ള ദേഷ്യവും തോന്നി ഉള്ളുകൊണ്ട്. കാരണം പറഞ്ഞു കൊടുക്കുന്ന യഥാർത്ഥ വഴിയൊട്ട് തിരിച്ചറിയുന്നുമില്ല. നാട് മുഴുവൻ ഇങ്ങനെ ഓടുവാണ്. ഇയാൾ വർഷങ്ങളായിട്ട് ദരിദ്രനുമായിട്ട് കിടക്കുന്നു. ഇദ്ദേഹത്തിന്റെ സമ്പത്തും കാര്യങ്ങളും നഷ്ടപ്പെട്ട് നാശത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പോലും മാറ്റത്തിനല്ല ഓടുന്നത്. നാട് മുഴുവൻ എന്തെങ്കിലും എളുപ്പ വഴി കിട്ടുമോ? പുള്ളിയും പ്രാർത്ഥനയിലോ പരിശുദ്ധ കുർബാനയോ സ്ഥിരം കാണണമെന്ന് പറഞ്ഞാൽ കാണൂല. ഇത് സമർപ്പിക്കാൻ പറഞ്ഞാൽ ചെയ്യേല. അപ്പൊ ഈ കഷ്ടപ്പാടുള്ള ഒരു മേഖലയില്ലാതെ എളുപ്പ വഴിയിൽ ഇത് എങ്ങനെയും വിറ്റു പോകണം. അപ്പൊ പറഞ്ഞതനുസരിച്ച് എന്നോട് ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ അങ്ങോട്ട് പറയുന്നത്, ഓ ബ്രദറെ അതൊന്നും വിറ്റു പോവുകയല്ല ബ്രദറെ ഇനി, കാരണം അതിങ്ങനെ ചെയ്തിട്ടിരിക്കുക, അതിനകത്ത് വലിയ പരിഹാരമൊന്നും ഇല്ലെന്ന് അവിടുന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ തമ്പുരാൻ പരിഹാരമില്ലാത്ത കാര്യങ്ങൾ നയിക്കുന്ന തമ്പുരാന്റെ മക്കളാണോ നമ്മളെന്ന് ചോദിച്ചു. കാരണം ക്രിസ്ത്യാനിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എങ്കിൽ അവൻ എവിടെ പോവും? സർവശക്തനായ ദൈവത്തിന്റെ മകനാണെന്നും ലോകം സൃഷ്ടിച്ചവനാണെന്നും മനുഷ്യകുലത്തിനെ നിലനിർത്തിയവനാണെന്നും
അവനാണ് സർവത്തിന്റെ ഉടയവനെന്നും വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിക്ക് ഈ ലോകത്തിൽ നിന്നുണ്ടാകുന്ന പീഡകളോ കഷ്ടപ്പാടുകളോ തീർക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അത് തീരുമില്ലെന്നൊരു വിശ്വാസം അവനെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ, പിന്നെ അവൻ എന്ത് നേടാനാണ് ആ തമ്പുരാന്റെ പുറകെ നടക്കണേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അങ്ങനത്തെ തമ്പുരാനാണോ നമ്മുടെ തമ്പുരാൻ? അല്ല. നമ്മുടെ തമ്പുരാൻ സർവശക്തൻ തന്നെയാണ്. അവൻ എല്ലാ കൃപകളുടെയും ഉടയവനാണ്. അവനെ കൊണ്ട് പറ്റാത്ത ഒരു പണിയില്ല. നമ്മൾ ശരിയല്ലാത്തത് കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ ശരിയല്ലാത്തത് കൊണ്ടും നമ്മൾ പൂർണ്ണരാകാൻ ശ്രമിക്കാത്തത് കൊണ്ടും ദൈവത്തിന് വേണ്ടി കഷ്ടപ്പാട് സഹിക്കുകയില്ലാത്തത് കൊണ്ടും നമുക്ക് പെട്ടെന്ന് കാര്യം നടത്തണമെന്നുള്ള ആ മാന്ത്രിക വിദ്യയ്ക്ക് വേണ്ടി ഓടുന്നത് കൊണ്ടുമാണ് നമ്മൾ തല്ലുകൊള്ളുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നാശം കുടുംബത്തിൽ കടന്നു വരുമ്പോൾ, ഒരു തകർച്ച കടന്നു വരുമ്പോൾ, നമ്മൾ ദൈവത്തിൽ പൂർണ്ണരായി നമ്മുടെ കുറവുകൾ തിരുത്തി ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രശ്നത്തിന്റെ പരിഹാരം അപ്പോൾ തന്നെ അല്ല നടക്കുന്നത്. പക്ഷേ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥകളിൽ ദൈവത്തിന്റെ പരിലാളനങ്ങളും സ്നേഹങ്ങളും സംരക്ഷണങ്ങളും നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നിത്യനാശത്തിലേക്ക് നമ്മൾ പോവാതെ നമ്മളെ പിടിച്ചു നിർത്തും. അതിന്റെ അർത്ഥം അത് പൂർണ്ണമായി അപ്പോൾ തന്നെ കൊടുക്കുമെന്നല്ല, അത് പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഒരു നിശ്ചിത കാലഘട്ടം ചിലപ്പോൾ കാണും പ്രാർത്ഥിക്കാൻ. അത്രയും കാലം അനുസരണയോടെ പ്രാർത്ഥിക്കുന്നവന് മാത്രമേ പൂർണ്ണമായ ഫലത്തെ ആസ്വദിച്ച് ഈ ഭൂമി ജീവിക്കാൻ പറ്റുള്ളൂ. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പണി പറ്റൂല. അപ്പൊ പറയും ഉടനെ തന്നെ 51 സങ്കീർത്തനം അല്ലെങ്കിൽ 101 പ്രാവശ്യം നിങ്ങൾ ചെല്ലിയാൽ മതി, അപ്പൊ ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പൊക്കോളും. കാരണം എന്താ വെച്ചാൽ അത് എളുപ്പമുള്ള പണിയാണല്ലോ, വേറെ പണിയൊന്നും ചെയ്യണ്ട. കാരണം നമ്മൾ തിരുത്തണ്ട, ഇതങ്ങ് ചെല്ലിയാൽ മതിയല്ലോ. എൻ്റെ പൊന്നു വിഡ്ഢികളെ, അങ്ങനെ ഒന്നും ചെല്ലിയാലൊന്നും ഒരു സാധനവും കിട്ടൂല. അങ്ങനെയൊന്നും ആരും രക്ഷപ്പെടാനും പോകില്ല, വെറുതെ ഓടി നടക്കാന്നേ ഉള്ളൂ. ഈ നാട് മുഴുവൻ ഓടുന്നവരെ നോക്കിയോ ഒരിക്കലും അവരുടെ ഭവനത്തിൽ ഒരു ശാന്തിയോ സമാധാനമോ കൃപയോ ഒന്നും കിട്ടില്ല. കാരണം അടിസ്ഥാനപരമായി അവരുടെ കയ്യിലെ ഒരു സാധനം ഇരിപ്പുണ്ട്, ബൈബിള്. അത് വായിച്ചു നോക്കാനോ അതിൽ നിന്ന് കൃപ നിറയാനോ അതിൻ്റെ അർത്ഥം ദൈവത്തിലൂടെ ദൈവാത്മാവിലൂടെ മനസ്സിലാക്കാനോ ചില സഹനത്തോടെ ജീവിക്കാനോ കുറവുകൾ വിട്ടുകളഞ്ഞിട്ട് എളിമയോടെ ഒന്ന് കാത്തിരിക്കാനോ ദൈവത്തിൻ്റെ പ്രവർത്തികൾ പയ്യെ മനുഷ്യരിൽ കടന്നു വരുവുള്ളൂ. അതിന് ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. ആ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഒന്നും തയ്യാറല്ല. അങ്ങനെയുള്ളവർക്കൊന്നും കിട്ടുന്ന സാധനമല്ല ഈ കൃപ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലൊന്നും ഒരു തകർച്ചയ്ക്ക് മാറ്റം ഉണ്ടാകാൻ പോകുന്നുമില്ല. അപ്പൊ അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മാർഗമാണ്, നിന്റെ അപ്പനും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ചെയ്തു പോയ തെറ്റിന്റെ ഫലം എന്ന് പറഞ്ഞാൽ അത് ഓർത്തുകൊണ്ടങ്ങ് പൊക്കോളും ആ വഴിക്ക്. അങ്ങനെ ഇരുന്ന് കരഞ്ഞും നരകിച്ചും ഒരു തലമുറ മൊത്തം നശിപ്പിച്ചു പൊക്കോളും. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഈ അപ്പച്ചൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അപ്പച്ചന്റെ സ്ഥലവും വിൽക്കാൻ പോണില്ല, അത് ബാങ്കുകാർ കൊണ്ടുപോവുകയും ചെയ്യും. കാരണം എന്താണ്? കാരണം അവിടെ വേറൊരുത്തനെ എന്തോ ചെയ്തു വെച്ചേക്കുവാന്നല്ല പറഞ്ഞേക്കണേ, അതിന് പരിഹാരമില്ലല്ലോ. അപ്പൊ പിന്നെ രക്ഷപ്പെടുകയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അപ്പച്ചന്റെ ആത്മാവ് നശിക്കുന്ന പണിയോട് ഒപ്പിച്ചു വെച്ചു. കാരണം അപ്പച്ചൻ ബന്ധത്തിലുള്ളവരും വേണ്ടപ്പെട്ടവരുമായ ആൾക്കാരെ മുഴുവൻ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ കുടുംബത്തെ നശിപ്പിച്ചു എന്നും പറഞ്ഞ് പ്രാക്കും മാനസിക വിഷമവുമായി ഇത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അപ്പച്ചൻ്റെ വിശുദ്ധിയും കളഞ്ഞ് ജീവിതവും കളഞ്ഞ് അപ്പച്ചൻ്റെ ആത്മാവും നഷ്ടപ്പെട്ട് കടന്നു പോവും. ഇതെല്ലാം നഷ്ടപ്പെട്ടും പോവും. അങ്ങനത്തെ ഒരു പാപത്തിലേക്ക് നയിച്ചവരും തെറ്റാണ് ചെയ്തത്, അവരും അതിന് വില കൊടുക്കേണ്ടവരും അപ്പച്ചനും വില കൊടുക്കേണ്ടവരും. കാരണം എന്താന്ന് വെച്ചാൽ ദൈവികത യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഉൾക്കൊള്ളണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത് ഇച്ചിരി വിഷമമുള്ള പണിയാണ്, അത് ആർക്കും പറ്റില്ല. അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് എന്നെ വിളിക്കുന്നവരോട് ഞാൻ കട്ടൻട്രി ആയിട്ടുള്ള കാര്യം പറയും. ചില ആൾക്കാർ വിളിക്കുമ്പോഴേ അറിയാം ഇവർ ഇന്ന കാറ്റഗറി പെട്ടവരെ, ഇന്ന സ്വഭാവമാണ്, ഇന്ന നേച്ചറാണെന്നൊക്കെ പരിശുദ്ധാത്മാവ് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതനുസരിച്ചായിരിക്കും അവർക്ക് മറുപടി കൊടുക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം സ്ട്രോങ് ആയി പറയേണ്ടവരോട് സ്ട്രോങ് ആയി തന്നെ പറയണം. കാരണം ഇവൻ ഇത് ആദ്യമായിട്ട് എന്നെ മാത്രം വിളിക്കുന്നതല്ല, നാട് മുഴുവൻ ഇവന്റെ പണി കാലത്തെ മുതലേ ഇതാ പണി. അവനിനി കൂടാൻ ധ്യാന കേന്ദ്രമോ ഒന്നുമില്ല. കാരണം എന്താണ്? അവൻ ഉൾക്കൊള്ളുന്ന, അവന് ചിലപ്പോൾ തെറ്റിദ്ധാരണ സംഭവിക്കുന്നുണ്ടാവും, ഞാൻ ഒരിക്കലും അതില്ല എന്ന് പറയുന്നില്ല. കാരണം അങ്ങനെയുള്ള പല പ്രവൃത്തികളും പല സ്ഥലങ്ങളിലും നടക്കുന്നുമുണ്ട്, ഇത് ആൾക്കാർ പറയുന്നുമുണ്ട്, ഇത് ഞാൻ കേൾക്കുന്നുമുണ്ട്. ഇതിലെ ദൈവികത എന്താണെന്നോ ദൈവികതയില്ലായ്മ എന്താണെന്നോ യഥാർത്ഥമായ ശുശ്രൂഷ ചെയ്യുന്ന ആർക്കും തിരിച്ചറിവ് കിട്ടും. അപ്പം നമുക്കൊന്നും പറയാനും പറ്റില്ല. പക്ഷെ എന്നാൽ യഥാർത്ഥമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവരത് കേൾക്കാൻ തയ്യാറാകുകയുമില്ല. അപ്പൊ എപ്പോഴും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വചനം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അനുസരണയോടെ ദൈവവചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുറവുകൾ എന്താണെന്ന് എവിടുന്നേലും തിരുത്തി കിട്ടിയാൽ ആ കുറവുകളെ പൂർത്തീകരിക്കുക. തിരുത്തി കിട്ടുന്ന കുറവുകൾ ഒരിക്കലും പാരമ്പര്യത്തിലേക്കും കാരണവന്മാരും അവർ ചെയ്ത തെറ്റിലേക്കും പോയി അതിന്റെ ശാപം നീ അനുഭവിച്ചുകൊണ്ട് ഇനി രക്ഷപ്പെടില്ല എന്നുള്ള തിരുത്തലല്ല വേണ്ടത്. അവർ ചെയ്ത പ്രവൃത്തികളിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കണം. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിനാണോ ജീവിക്കുന്നത്? ഇത്രയും കാര്യം ശ്രദ്ധിക്കുക, എന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ എസെക്കിയേൽ 18 എൻ്റെ പൊന്നു മക്കളെ എടുത്തൊന്ന് വായിച്ചു നോക്ക്, മനസ്സിരുത്തി എന്നത് എഴുതി വെച്ചേക്കണമെന്ന്. അത് നമ്മളോട് പറയുന്നത് തന്നെയാണ്. ഇസ്രായേൽ ജനത്തിന് കൊടുത്ത വാണിങ്ങും താക്കീതുമാണെങ്കിൽ പോലും ഇന്നത്തെ ജനത്തിലും അത് തന്നെ സംഭവിക്കുന്നു എന്ന ബോധ്യം തരുന്നതാണ്. ഇതൊന്നും കേൾക്കാനോ
കാണാനോ ഉൾക്കൊള്ളാനോ ആർക്കും താല്പര്യമില്ല. എങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാം, അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടൂല മക്കളെ. അങ്ങനെ പെട്ടെന്ന് അത്ഭുതങ്ങൾ നാട് മുഴുവൻ പ്രവർത്തിക്കുന്നവരെ അല്ല തമ്പുരാന്റെ പദ്ധതിയേ അത്ഭുതം അടയാളമല്ല. അത് നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ്. അതിനെ ആ രീതിയിൽ കണ്ടുകൊണ്ട് ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി കിടക്കും. അത് ചിലപ്പോൾ നമ്മൾ മരണം വരെ സഹിച്ചായിരിക്കും ചിലപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെയാണ് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ദൈവഹിതത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെടുന്നത്. നമ്മൾ മാത്രമല്ല, നമുക്ക് മുമ്പ് പോയ സർവ്വവിശുദ്ധരും ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ചു, ഒത്തിരി അടയാളങ്ങൾ പ്രവർത്തിച്ചു. അവരുടെ ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങളും വേദനകളും അവർ ദൈവത്തെ പ്രതി സ്വീകരിച്ചുകൊണ്ടാണ് കടന്നുപോയത്. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ ജീവിതം ക്രിസ്തുവിൻ്റെതായി ജീവിതമായിട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനുള്ള ജീവിതമായി വരണമെങ്കിൽ സഹനങ്ങളും ത്യാഗങ്ങളും കൂടെ തന്നെ കാണുമെന്നും കൂടെ മനസ്സിലാക്കണം. എല്ലാം പൂർത്തീകരിച്ച് സപ്രപഞ്ചക്കട്ടിലയിൽ ഇരുന്നുകൊണ്ട് ഈ ലോകത്തുനിന്ന് കിടന്നു പോവാൻ സർവ്വ സന്തോഷം അനുഭവിച്ചെന്ന് വെറുതെ ചിന്തിക്കരുത്. സഹനത്തോടു കൂടിയ ജീവിതമാണ് എനിക്ക് തന്നിരിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ സഹനം താങ്ങാൻ പറ്റുന്നതാക്കാൻ ദൈവത്തോട് യാചിച്ചുകൊണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.